മൂന്നാറിൽ വിനോദസഞ്ചാരികളെ ഉൾപ്പെടെ കടിച്ച തെരുവ് നായ ചത്തു എന്ന് രാഹുൽ വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നു. നായ്ക്ക് പേവിഷബാധ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് വിശ്വാസം പ്രചരിച്ചു. അതങ്ങനെ പേവിഷബാധ ഉണ്ടായിരുന്നോ എന്ന് ആരോഗ്യപരമായി ശാസ്ത്രീയമായി പരിശോധിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. രാഹുൽ, ശരിക്കും കുറേ ആൾക്കാരെ ഈ നായ കടിച്ചിരുന്നോ? എന്താണ് വിവരം? SKN ഇന്നലെ ഒരു ദിവസം മാത്രം വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 25 പേരെ തെരുവുനായ ആക്രമിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ 20-ലേറെ പേര് ഇടുക്കിയിൽ തന്നെ വാക്സിൻ എടുക്കുകയും ചെയ്തു. ചില ആളുകൾ തമിഴ്നാട് സ്വദേശികളാണ്. അവർ അവിടുന്ന് വാക്സിൻ എടുത്തോളാം എന്ന പേരിൽ മടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് രാവിലെയും തെരുവുനായുടെ ആക്രമണം മൂന്നാർ മേഖലയിൽ ഉണ്ടായിരുന്നു. മൂന്നാറിൽ ബസ് സ്റ്റാൻഡ് പരിസരത്തും അതുപോലെ തന്നെ ഈ ദേശീയപാതയിലേക്ക് കയറുന്ന ഭാഗത്തും ഉൾപ്പെടെ ഈ തെരുവുനായ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നു. ഇന്ന് രാവിലെ അല്പസമയം മുമ്പാണ് ടാറ്റ ആശുപത്രിക്ക് സമീപത്ത് വെച്ചുകൊണ്ട് ഈ തെരുവുനായയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ചത്തത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണമില്ല. ഏതെങ്കിലും വാഹനം ഇടിച്ചതാണോ അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം അതിനെ കൊന്നതാണോ എന്നടക്കമുള്ള സംശയങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ പിന്നീട് സ്ഥിരീകരിക്കപ്പെടും. ഈ നായയ്ക്ക് പേവിഷബാധ ഉണ്ടോ എന്നുള്ള സംശയം ഇന്നലെ മുതൽ തന്നെ ആളുകൾ പ്രകടിപ്പിച്ചിരുന്നു. എന്തായാലും അതിലൊരു സ്ഥിരീകരണം വരുത്തുന്നതിന് വേണ്ടി പരിശോധന നടത്താൻ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി എന്തായാലും ആ നായ ചത്തു, ആ നായ്ക്ക് പേവിഷബാധയുണ്ടോ എന്ന് പഞ്ചായത്ത് അത് ആരോഗ്യ അധികൃതർ പരിശോധിക്കും.